പാലക്കാട് ആലത്തൂർ സ്വദേശിനി നേഗയുടെ മരണത്തിൽ അറസ്റ്റിലായ ഭർത്താവ് പ്രദീപ് റിമാൻഡിൽ. ആത്മഹത്യാ ഭർത്താവ് പ്രദീപിന്റെ മാനസിക പീഡനത്തെ തുടർന്ന് പോലീസ് പ്രതിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി. സി ശ്രീകുമാരൻ പാലക്കാടും ചെയ്യുന്നു. ശ്രീജിത്ത്, ഭർതൃഗൃഹത്തിലെ മറ്റൊരു ക്രൂരത തന്നെയായിരുന്നു ഇപ്പോൾ ഈ നേഗ നേരിട്ടത്. നേഗയുടെ അമ്മയടക്കം ഇന്നലെ നമ്മോട് പ്രതികരിച്ചതാണ്. മകൾ ദിവസവും പ്രദീപിന്റെ പീഡനം നേരിട്ടിരുന്നുവെന്ന്. ഇപ്പോൾ നിലവിൽ നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? ഇയാൾക്കെതിരെ എന്തൊക്കെ വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്? സ്ത്രീധന പീഡന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ ഈ പ്രദീപിനെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. മാനസിക പീഡനം കൃത്യമായ രീതിയിൽ ഈ പെൺകുട്ടി നേരിട്ടിട്ടുണ്ട്. അത് മൊഴികളടക്കം ഈ അമ്മയുടെയും അതുപോലെ തന്നെ വീട്ടുകാരുടെയും അടക്കമുള്ള മൊഴികൾ രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഇപ്പൊ അറസ്റ്റ് ഉച്ചയോടുകൂടി രേഖപ്പെടുത്തിയത്. വൈകിട്ടോടുകൂടി പോലീസ് റിമാൻഡ് ചെയ്യുകയായിരുന്നു, കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു. ക്രൂരമായ പീഡനമാണ്. ആദ്യഘട്ടത്തിൽ ബന്ധുക്കളൊക്കെ ഇതൊരു കൊലപാതകമാണ് എന്ന് പറഞ്ഞിരുന്നു. കഴുത്തിൽ കൃത്യമായ രീതിയിൽ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. വീണു കിടക്കുകയായിരുന്നു, അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു എന്നാണ് പ്രദീപ് ഈ ബന്ധുക്കളെ എല്ലാം തന്നെ വിളിച്ച് അറിയിച്ചിരുന്നത്. പക്ഷേ അത് പോസ്റ്റ്മോർട്ടത്തിൽ കൃത്യമായ രീതിയിൽ അതൊരു ആത്മഹത്യ തന്നെയാണ്, പാർഷ്യൽ ഹാങ്ങിങ് എന്ന് പോലീസ് പറഞ്ഞിരുന്നു. അതിനുശേഷം നിലത്തേക്ക് വീഴുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ മുറിയിൽ തന്നെയായിരുന്നു പ്രദീപും ഉറങ്ങിയിരുന്നത്. എന്തായാലും പ്രദീപിന്റെ മാനസിക പീഡനം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ പറയുന്നത് പോലെ നേഹ മരിച്ചത് എന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീധന പീഡന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തി. മാനസിക പീഡനമടക്കം ഈ പറയുന്ന നേഹയ്ക്ക് നേരിട്ടു എന്ന് പോലീസിന് ബോധ്യമായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും ഒടുവിൽ പ്രതിയെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഭർതൃഗൃഹങ്ങളിൽ ഇല്ലാതാകുന്ന സഹോദരിമാരുടെ എണ്ണം അത് കൂടുന്നു. അത് നമ്മളെ ഞെട്ടിക്കുന്നതാണ്. ഇപ്പോൾ നേഗയുടെ കേസുമായി ബന്ധപ്പെട്ട് ഭർത്താവിന് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഭർത്താവ് പ്രദീപ് റിമാൻഡിലാണ്.